Hello, this is Atlee Joy Chaco. ആറ്റ്ലിക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു സംശയം ഉണ്ടെന്ന് വെറുതെ ഒരു കോൺവെർസേഷനിൽ ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു ഈ ആറ്റ്ലിക്ക് മാത്രമല്ല ഇത് ഒരുപാട് ആമ്പിള്ളേർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആ സംശയം ദൂരീകരിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. റെഡി അല്ലേ ആറ്റ്ലി? വളരെ റെഡി. ഞാനൊരു പോസ്റ്റ് കണ്ടു, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അതായത് പീരിയഡ്സ് എന്ന ടേം മിസ്യൂസ് ചെയ്യുന്നുണ്ടോന്ന്. ഓക്കെ, ചിലപ്പോൾ അത് ബോയ് ആവാം, ചിലപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവ് ഉള്ള ഗേൾ ആവാം അത് തന്നത്. പക്ഷെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇത് പറഞ്ഞു തരാത്തതുകൊണ്ട് ആസ് എ യൂഷ്വൽ പേഴ്സൺ എനിക്ക് സംശയം തോന്നി. അതായത് പീരിയഡ്സ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആയിട്ടായിരിക്കുമല്ലോ. ചിലർ കരയും, ചിലർ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി താല്പര്യപ്പെടും, ചിലർ ദേഷ്യപ്പെടും, അല്ലെ ഒരു മിക്സ് ഓഫ് തിങ്സ് ആയിരിക്കും. ചിലർ നല്ല രീതിയിൽ ഔട്ട് ബസ്റ്റ് വരും. അപ്പം ഒരു റിലേഷൻഷിപ്പിനെ ഒരു സെക്കൻഡ് പേഴ്സൺ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ തോന്നാം, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു ദേഷ്യത്തിലോ ഫ്രസ്ട്രേഷനിലോ പറയാറുണ്ട്, ഈ പീരിയഡ്സ് എന്നത് മിസ്യൂസ് ചെയ്ത് ഗേൾസ് ചുമ്മാ ഔട്ട് ബസ്റ്റ് ചെയ്യുകയാണ്, അല്ലെ എപ്പോഴും കുറ്റപ്പെടുത്തോ വഴക്കുണ്ടാക്കുകയാണെന്ന്. ശരിക്കും അതെങ്ങനെയാണ്? ചുരുക്കി പറഞ്ഞാൽ ഈ ടൈമിൽ നമ്മൾ ഡ്രാമ ഇറക്കുകയാണെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. വളരെ സിമ്പിൾ, വളരെ ഡ്രാമാറ്റിക് ആന്ന് പറയാറുണ്ട്. ഈ ഡ്രാമയുടെ കാരണം പീരിയഡ്സ് ആണെന്ന് പറയലെന്നല്ലേ നീ ഉദ്ദേശിച്ചുള്ളൂ? അല്ല, പറയരുതെന്നല്ല, അതാണോ എന്നാണ് ചോദിച്ചത്. അമൃത, ആക്ച്വലി ഡ്രാമയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി ബോയ്സ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതെങ്ങനെ ഈസി ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലല്ലോ. ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ലൈനിങ് ഷെഡ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അങ്ങനെ സ്വിച്ച് ഇട്ട പോലെ പോകുന്ന ഒരു സംഭവമല്ല. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ക്രാംസ് ഉണ്ടാവും, ചില സമയത്ത് ഇറിറ്റേഷൻസ് ആയിരിക്കും, ഭയങ്കര ബഹളം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ചില സമയത്ത് മനസ്സിലാകും, ചില സമയത്ത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ഹോർമോണൽ ഇംബാലൻസും ഉണ്ടാവുന്നത്. അപ്പൊ ചിലപ്പോ ഈസി ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് ഇതാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിൽ ഞാൻ എന്താ പറയുക, എനിക്ക് പീരിയഡ്സ് ആണെന്ന് പറഞ്ഞത് സേഫ് അല്ലേ? ഒരു പക്ഷെ ആ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഡ്രാമാറ്റൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് എന്റെ ബോഡിയിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതൊക്കെ പറയാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈസിയാണ് എനിക്ക് പീരിയഡ്സ് ആണ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ അവിടെ നിന്നാവും ഈ പോസ്റ്റ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രോബബ്ലി. ഇനി നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് തന്നെ ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ചില സാഹചര്യങ്ങളിൽ ഇപ്പം ഒരു റിലേഷൻഷിപ്പിന്റെ ഫോക്കസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഈ ബിഹേവിയർ ചിലപ്പം പീരിയഡ്സ് കാരണമെന്ന് അറിയത്തുള്ളൂ. എല്ലാവരും നമ്മുടെ പീരിയഡ്സ് സൈക്കിള് ചാർട്ട് ചെയ്യാറില്ല. എസ്പെഷ്യലി നമ്മുടെ വീട്ടിൽ എത്ര പേർക്കറിയാം, നമുക്കല്ല നമുക്കോ അല്ലെ നമ്മുടെ അമ്മയ്ക്കോ അല്ലാണ്ട് വേറെ ഒരാൾക്ക് അറിയാൻ വേണ്ടി ചാൻസസ് ഇല്ല. അപ്പം വളരെ മിണ്ടാതെ നിൽക്കുന്ന ഒരു സാധനമാണ്. അതെ അതെ, ഭയങ്കര ഒരു ടാബു ആയിട്ട് ഇപ്പോഴും കാണുന്ന വീട്ടുകാരുണ്ട്. ചിലപ്പോൾ ജെൻസിയിലുള്ളതോ അല്ല അതിനോട് റിലേറ്റ് ആയിട്ടുള്ള ജനറേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയാണ്. അവരതിനെ എന്താണ്, അതിന്റെ ഫുള്ള് ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇതൊരു നെസസറി ആയിട്ട് ബോഡിയിൽ നടക്കുന്നതാണ്. ഇറ്റ്സ് വെരി കോമൺ, ഇറ്റ്സ് വെരി യൂഷ്വൽ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അല്ലാത്ത ആൾക്കാർ ഇപ്പോഴും അതൊരു ടാബു ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇതിനെപ്പറ്റി ഒരു കോൺവെർസേഷൻ വരാറുണ്ടാവത്തില്ല. അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു ലെവൽ എത്തുന്നത് വരെ എന്താണ് ഇത്, ഈ ഒരു ഔട്ട് ബേസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് ബിഹേവിയർ എന്ന് തന്നെ പറയാം. നോർമൽ ഫ്ലോയിൽ പോകുന്നു, പെട്ടെന്ന് ഒരു ചേഞ്ച് വരുന്നു. പക്ഷെ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമ്മളെ അറിയുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഇതിനെ എങ്ങോട്ട് ആട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം വെരി വാലിഡ്. ഇതൊക്കെ എന്ത് അന്നപ്പം ഇത് പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വീട്ടിൽ, എസ്പെഷ്യലി വീട്ടിൽ ഇതൊരു കോമൺ ആയിട്ട് ചാർട്ട് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് തോന്നുന്നത് സത്യത്തിൽ സ്ത്രീകൾക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവാറില്ല നമ്മൾ ഏത് ഫേസിലാണ്. നമ്മുടെ സൈക്കിളിന് 4 ഫേസ് ഉണ്ട്. നമ്മൾ മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞ് അടുത്ത ഫോളിക്കുലർ പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് ഓവുലേറ്റ് ചെയ്യുന്ന സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് ലൂട്ടിയൽ ഫേസ് ഉണ്ട്. ഈ 4 ഫേസ് കൂടെ പോകുന്ന സമയത്തും 4 തരത്തിലാണ് നമ്മുടെ ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്. ഇതിപ്പോ തുടങ്ങിയ പരിപാടിയല്ല, ഇത് ജനറേഷൻസ് ആയിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് സ്ത്രീകൾക്ക് ഈ സമയത്തൊക്കെ എന്റെ ബോഡിയിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത്. ഓവുലേഷൻ സമയത്ത് മിക്ക സ്ത്രീകളും വളരെ എനർജറ്റിക് ആയിരിക്കും, പ്രൊഡക്റ്റീവ് ആയിരിക്കും, നമുക്ക് വേൾഡിനെ ഫേസ് ചെയ്യാനും കോൺകർ ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ ഭയങ്കര ധൈര്യമുള്ള സമയമായിരിക്കും ജനറലി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൂട്ടിയൽ ഫേസിൽ നമുക്ക്
ഇതെന്താ ഈ ലോകം ഇങ്ങനെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, കംപ്ലീറ്റ് ഹോപ്പ്ലെസ് ആയിട്ടുള്ള. ബിക്കോസ് നമ്മുടെ ബോഡി ഷെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് പ്രഗ്നൻസി സംഭവിച്ചിട്ടില്ല, അപ്പോൾ ഓവലേറ്റ് ചെയ്തു, പ്രഗ്നൻസി സംഭവിച്ചില്ല, ഷെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് തന്നെ പലപ്പോഴും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ അറിയില്ല ഈ സമയത്ത് ഇങ്ങനെയാണ് എന്റെ ബോഡി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈക്കിളിൽ നിന്നുള്ളത്. അപ്പൊ നമ്മൾ തന്നെ അതിനെ എംബ്രേസ് ചെയ്യാത്തപ്പോ നമുക്കിത് നമ്മുടെ ചുറ്റുമുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. അതായത് എല്ലാ ദിവസവും നമ്മൾ ഒരേ എനർജിയിലല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കുകയും എനിക്ക് എന്റെ 30s എത്തിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായി തുടങ്ങി. ഓക്കെ, ഈ സൈക്കിളിന് തന്നെ ഇങ്ങനെ ഫേസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ അറിയുന്നത് പീരീഡ്സ് ആകുമ്പോൾ ക്രാംസ് ഉണ്ടാവും, പീരീഡ്സിന് 2 ദിവസം മുന്നേ ആകെ മൂഡ് സ്വിങ്സ് ആയിരിക്കും. ഇത്രയാണ് നമുക്ക് ആകെ അറിയുന്ന ഇൻഫർമേഷൻ. അതിൽ നിന്ന് കുറേ മാറി ഈ സൈക്കിളിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ട്രാക്ക് ചെയ്തൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വി ഹാവ് ബെറ്റർ അവയർനെസ്. അപ്പൊ നമ്മളിപ്പം പറ്റുന്നത്ര സ്ത്രീകളോടും പറ്റുന്നത്ര പുരുഷന്മാരോടും ഇത് പറയാറുണ്ട്. അപ്പൊ അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് വേൾഡിനെ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് ഈ കോൺവെർസേഷൻ ഭയങ്കര ആവശ്യമാണ്. ഇതിനേക്കാളും ഇപ്പൊ അറ്റ്ലി പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ 30s എന്നൊക്കെ പറയുമ്പോഴത്തേന് ഏകദേശം ബേബി ആയി അല്ലെങ്കിൽ നമ്മൾ കരിയറിൽ സെറ്റ് ആവുന്ന ഒരു ഫേസ് ആയി. അതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സ് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പം ഒരു ട്രിപ്പ് പറയുമ്പോഴായിരിക്കും നമുക്ക് പീരീഡ്സ്, ഒന്ന് പുറത്ത് പോകണം, ഒരാൾ വിളിക്കുമ്പോഴായിരിക്കും നമുക്ക് പീരീഡ്സ് ആയി, ഇന്ന് രാത്രി നമുക്കൊരു മൂവിക്ക് പോവാം. ആ സമയത്തൊന്നും ചിലപ്പോൾ പറ്റില്ല. പിന്നെ എത്ര സൈക്ലിക്കാണ് കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ അതിന് തോന്നുമ്പോഴേ വരുള്ളൂ. ഇന്നാകും അറിയാമെങ്കിൽ ഇന്ന് രാവിലെ ആകോ, ഉച്ചയ്ക്കാകോ, വൈകുന്നേരം ആകോ, രാത്രി ആകും നമുക്ക് അറിഞ്ഞിട്ട് മനസ്സിലാവണ്ട. അപ്പൊ 10ാം തീയതി എനിക്ക് പീരീഡ്സ് ആവുന്ന 10ാം തീയതി എപ്പോ ആവുന്നത് വലിയ ക്വസ്റ്റനാ. ഇത് രാവിലെ മുതൽ രാത്രി വരെ പാഡ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കുറച്ചുകൂടെ കൂടുതലാണ്. അതെ, ഉറപ്പായിട്ടും. എനിക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ലാണ്ട് ഇൻഡെപ്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റി നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ സമ്മതിച്ചു. അപ്പൊ ഈ കാര്യത്തിനകത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് അല്ലേ ആദ്യം തോന്നുന്നത്. ഇത് എപ്പോ ഉണ്ടാവും അറിയില്ല. ഇതൊന്നും തീരുമാനമായിട്ടുണ്ടെങ്കിൽ അതിന് യെസ് അല്ലെങ്കിൽ നോ പറയായിരുന്നു എന്നൊരു സംഭവം ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഈവൻ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും വരുന്നവരൊരു സമാധാനം ഉണ്ടാവില്ല. പ്രഗ്നൻസി മനസ്സിലാണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അറ്റ്ലി പറഞ്ഞ സ്റ്റേജിലേക്ക്, അതായത് മനസ്സിലാക്കി കഴിയുമ്പോ പിന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയല്ലേ വരാനുള്ളൂ എന്നൊരു ഐഡിയ ഉണ്ടാവും. പ്രഗ്നൻസി ആണെങ്കിലും നമ്മൾ പാർട്ട്ണർ ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു സമാധാനപൂർവമായ ഒരു സ്റ്റേജ് വരണ്ടേ. അതിനു മുൻപ് ഈവൻ ആസ് എ ഫീമെയിൽ ബോഡി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡാ. നമ്മളെ വല്ലാതെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു അത്ലറ്റിന്റെ കാര്യം ആലോചിച്ച് നോക്കേ, ഡാൻസേഴ്സ് എന്ത് ചെയ്യും? നമുക്ക് പെർഫോം ചെയ്തേ പറ്റൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജെമിമ റോഡ്രിക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പീരിയഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? കളിച്ചേ പറ്റൂ, ഇന്ത്യ കംസ് ഫസ്റ്റ് എന്നാണ്. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് ഫുൾ എനർജിയിൽ ത്രൈവ് ചെയ്യുന്ന ഒരു സമയം ആയിരിക്കില്ല മിക്കവർക്കും ഈ പീരിയഡ്സിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈക്കിളിന്റെ പല ഫേസും പലർക്കും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുമായിട്ട്, അതായത് ഈ ഡെയിലി സ്ട്രെസ്സേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനെ കഴിഞ്ഞും ഡിഫറെന്റ് ആയിട്ടുള്ള ഡേ ടു ഡേ സ്ട്രെസ്സേഴ്സ് നമുക്ക് കൂടുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ 7 ദിവസം മാറിയിരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലൊന്നും അല്ല നമ്മളുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് പണ്ടത്തെ സ്ത്രീയെ കഴിഞ്ഞും ആധുനിക സ്ത്രീക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക, മനസ്സിലാക്കാനും ബുദ്ധിമുട്ട്. അതെ. ഇപ്പം നമ്മൾ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറയുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു 30s എത്തിയപ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള റിയലൈസേഷൻ വന്നതെന്ന്. അപ്പം 30 ഇയേഴ്സിൽ അല്ലെങ്കിൽ ഒരു 15 or 10 ഇയേഴ്സിൽ നിങ്ങൾ പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻസൈറ്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് അതിന് പ്രോപ്പറായിട്ട് ചാനൽ ചെയ്യാനോ അല്ലെങ്കിൽ ചാർട്ട് ചെയ്യാനോ പറ്റിയിട്ടാണ് അത്രയൊരു ഇൻസൈറ്റ് വന്നത്. ഇപ്പോൾ ഉള്ള 20s കുട്ടികൾ, പെൺകുട്ടികൾ, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല, ഭയങ്കര ആംബിഗസ് ആയിരിക്കും. ഈവൻ ഈ പ്രഡിക്ഷനും അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റാതെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന കുട്ടികൾ. ഇനി പെൺകുട്ടികളല്ലാതെ ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സ്, ചിലപ്പം യങ്ങർ ബ്രദർ ആവാം, ലവർ ആവാം, ഹസ്ബൻഡ് ആവാം, ഇവർക്ക് അപ്പോൾ അത്ര കൂടി ഇതിനെക്കുറിച്ച് അറിയത്തില്ല. സബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് അത്രയും അറിയത്തില്ലെങ്കിൽ എക്സ്റ്റേണലി എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ഒട്ടും അറിയത്തില്ല. ശരിക്കും ഈ ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്ത് നിങ്ങളെടുത്തത്, ഈ ഇൻസൈറ്റും ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനിലോട്ടാണോ പോകുന്നത്, അതോ നിങ്ങൾക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എങ്ങനെയാണ് യങ്ങർ ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്കും ഇതിനെ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്? ഏതൊരു പോയിന്റിലാണ് ഇവർ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ പറയാ പീരിയഡ്സ് ആവുന്ന സമയം മുതലേന്നാണ്. കാരണം ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫീമെയിൽ ബോഡി. ഇതിനകത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു മനോഹരമായ പ്രതിഭാസമാണ് ഈ പീരിയഡ്സ് എന്ന് പറയുന്നത്. ഞാൻ മനോഹരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ,
മെൻ ബോഡിയിൽ ഇങ്ങനെ ഒരു യൂട്രസ് എന്നൊരു സാധനം ഇല്ല. അതിനകത്ത് മെൻസ്ട്രേഷൻ ഇല്ല. യു കാൻ ക്യാരി അനദർ ബോഡി ഇൻസൈഡ് യു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സ്പെഷ്യലാണ്. ഈ സ്പെഷ്യാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റിംഗ് ദ ഫെമിനിൻ ഗ്രേസ് എന്ന് പറയുന്നത്. നമ്മൾ പീരിയഡ്സ് ആവുന്ന സ്റ്റേറ്റിൽ ഒന്ന് ആലോചിച്ചൊക്കെ, ബാക്കി എന്റെ ചുറ്റുമുള്ള ആൾക്കാരെക്കാൾ ഞാനൊരു പടി മുകളിലായി എന്നാണ് ഞാൻ എന്നെ തന്നെ കണക്കാക്കിയത്. വെൻ യു ആസ്ക് പീരിയഡ്സ് ആയ ഒരു സമയത്ത് മനസ്സിലാണ്ടോ? സോ ഐ തോട്ട് ഐ എം സ്പെഷ്യൽ കമ്പയറിംഗ് ടു ഓൾ ദി അതർ ചിൽഡ്രൻ. ഐ എം സ്പെഷ്യൽ, ഗെറ്റിംഗ് സ്പെഷ്യൽ. കാരണം ഐ എം ഗെറ്റിംഗ് റെഡി എന്നുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ അസോസിയേറ്റഡ് എന്താണ് ബ്ലീഡിങ് ആണെങ്കിലും ക്രാംസ് ആണെങ്കിലും. ഇപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ സൈക്കിൾ ഓടിച്ച് പോയിക്കൊണ്ടിരുന്ന ആൾക്കാര്, സൈക്കിൾ ഓടിച്ച് പോണത് തന്നെ ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ് ഈ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്ലോ കൂടും, നമുക്ക് പാഡ് മാറ്റേണ്ടി വരും. അന്നേരം ഒന്നും ഇത്ര ഇതായിട്ട് പീരിയഡ് പ്രോഡക്ട്സിനെ കുറിച്ചൊന്നും പറയില്ല. അപ്പൊ ഹൈഡ് ചെയ്തിട്ടാണ്. ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചാണ്. അപ്പൊ സ്കേർട്ടിനും അന്നൊക്കെ പോക്കറ്റ് ഒന്നും ഇല്ലടോ. അവരിങ്ങനെ സൈഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ പോലെ. ഉറപ്പായിട്ടും ഈ സ്കൂളില് ഇപ്പം ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ ഒരു നെസസറി ആയിട്ടുള്ള ചേഞ്ച് വേണം എന്ന് തീരുമാനിക്കുന്ന ആ ടൈമിൽ ഇപ്പൊ സാർമാരാവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ പ്രോപ്പറായിട്ട് പറയുന്നില്ല, മാം എനിക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു ലേബലിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി, ഈവൻ യങ്ങർ ജനറേഷൻ സം കൈൻഡ് ഓഫ് അത് അവര് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ടീച്ചിങ് അല്ലേ സ്കൂളിൽ നടക്കുന്നത്. ഇത് അഗെയിൻ കമ്മിങ് ബാക്ക് ടു വാട്ട് യു സെഡ്. ആക്ച്വലി എന്താണെന്നറിയോ, കുഞ്ഞിലേ മുതൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 12 വയസ്സിൽ പീരിയഡ്സ് ആയതാ. ആ സമയത്ത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാമെങ്കിലല്ലേ എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് അല്ലെ ടീച്ചേഴ്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം നമ്മൾ സബ്ജക്റ്റീവ്ലി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആണ്. കാരണം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വരുമ്പോൾ എല്ലാ കാര്യവും നമുക്ക് അനുഭവിച്ച് മാത്രം ചിലപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേ പോയവരുടെ എക്സ്പീരിയൻസുകൾ അവര് കളക്റ്റീവായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. ഇനി വരുന്ന ജനറേഷനിലെ കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ എങ്കിലും ജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആവട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വോയിസ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലോ, പിന്നെ അതിനു മുമ്പേ ഈ പേഴ്സണൽ ആയിട്ടുള്ള റിസർച്ചിൽ സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി, എന്താണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം അല്ലെ അതിന്റെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറച്ച് സയന്റിഫിക് തിയറീസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജനറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഈവൻ ഇഫ് ഞാൻ അത് പഠിച്ചാൽ എനിക്ക് ശരിക്കും എന്താണ് നടക്കുന്നത്, അല്ലെ ഈ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാൻ ആദ്യം ചോദിച്ച പോലെ ഇത് ശരിക്കും ഓക്കെ ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ എക്സ്ട്രീംസ് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യുന്നതാണോ എന്നുള്ള. ഈവൻ എന്നെ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. ഈ പറയുന്ന ഹസ്ബൻഡ് അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലെത്തി അത് മനസ്സിലാക്കുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അവർക്ക് എന്താണെങ്കിലും കറക്റ്റായിട്ട് ഇതിന്റെ ഫേസസ് എന്താണ് അല്ലെ ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പല ആൾക്കാരും പറയുന്നത് ഓക്കെ പീരിയഡ്സ് ആയി അല്ല അങ്ങനെ പീരിയഡ്സ് ആയി എന്ന് വിചാരിക്കുന്ന അല്ലാണ്ട് ഈവൻ ഹസ്ബൻഡിന് തന്നെ അതിന്റെ ഇൻഡെപ്തിലെ കാര്യങ്ങൾ അറിയണമെന്നില്ല. അതിലേക്ക് വരുമ്പോൾ ഇത് ഓരോ സ്ത്രീയും യുണീക്ക് ആണെന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെ ബോഡി ആ സമയത്ത് പ്രോസസ്സ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടിരിക്കും. ചിലർക്ക് പീരീഡ്സ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും, അവർക്ക് ഡിഫറൻസ് പോലും മനസ്സിലായി എന്ന് വരില്ല. ചില ആളുകൾ പീരീഡ്സ് ആയി കഴിയുമ്പോഴേക്കും ബോധം കെട്ട് വീഴുന്ന ആൾക്കാരുണ്ട്, പെയിൻ സഹിക്കാൻ പറ്റാതെ. ഈ എല്ലാ എക്സ്ട്രീമും ഉണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളെ നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും അവരെന്താ ഫേസ് ചെയ്യുന്നത്. വി കാൺ കമ്പയർ. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അമ്മയൊക്കെ പീരീഡ്സ് ആയിരുന്നപ്പോ എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. അമ്മയ്ക്ക് എങ്ങനെയായിരുന്നോ അതുപോലെ ആയിക്കൊള്ളുന്നില്ല മകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും. ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ഓരോരുത്തരും. പക്ഷെ ഇതേ കാര്യം തന്നെ നമ്മൾ കുറച്ചുകൂടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഹൗസ് ഹോൾഡിലോട്ട് പോവാണെങ്കിൽ ഈ കമ്പാരിസൺ ഉണ്ടാവാറുണ്ട്. അതായത് എനിക്കിത് ഓക്കെ ആണല്ലോ, നിനക്ക് എന്തുകൊണ്ട് ഓക്കെ. ഈവൻ വിത്തിൻ ഫീമെയിൽസ് ഈ പറയുന്ന സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇന്റൻസിറ്റീസിൽ ചേഞ്ചസ് വരും, അല്ലെ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ശരിക്കും ഇതെന്താണെന്നറിയോ, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ ഈ ഇതുപോലെ ടാബു ടോപ്പിക് തന്നെയാണല്ലോ. അപ്പൊ നമ്മളൊന്നും ഇപ്പൊ വീട്ടിലാണെങ്കിലും അമ്മയും മക്കളും തമ്മിലോ പോലും, പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയണേ, സംസാരിക്കുന്നില്ല. ഓപ്പൺ കോൺവെർസേഷൻ വരുമ്പോഴല്ലേ എനിക്ക് എത്രത്തോളം ഡിഫറെന്റ് ആണ്, എന്റെ മക്കൾക്ക് 2-3 പെൺപിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പോലും എത്ര ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാവുള്ളൂ. അവിടെ പോലും കോൺവെർസേഷൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ സ്കൂൾസിൽ അല്ലെങ്കിൽ സെക്സ്ഡ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറെ സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പെൺകുട്ടികൾക്ക് തന്നെയും പിന്നെ അത് വീട്ടിൽ പോയിട്ട് പറയാനും, ഇപ്പൊ ഒരു ഫുൾ ക്ലാസ് ആണെങ്കിൽ അവിടെയും സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക ചെയ്യണേ. ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു 8 അല്ലെങ്കിൽ 9 പഠിക്കുന്ന ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള സ്കൂളിൽ പോയി നമ്മളിത് ക്ലാസ് എടുക്കണം.
ആൺകുട്ടികൾ എന്തായാലും അമ്മ വീട്ടിലുണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു സ്പേസ് ഉള്ള വീടാണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതനുസരിച്ച് എന്റെ ഫ്രണ്ട്സിനോട് ഞാനിങ്ങനെ സംസാരിച്ചു, അപ്പൊ അവൾ ഇങ്ങനെയാ പറഞ്ഞേ, അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെയാ പറഞ്ഞേ എന്നൊക്കെ അമ്മയുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ലേ? അപ്പൊ അമ്മയുടെ വേർഷനും പറയില്ലേ? അപ്പൊ ഈ ചോദിക്കുന്ന ആൺകുട്ടികൾക്ക് എത്ര ഗേൾസിന്റെ പെർസ്പെക്റ്റീവ് കിട്ടി? ഒരുപാട് കിട്ടി. അതിൽ തന്നെ ഇപ്പൊ സ്കൂളിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈ 8th 9th ആ ഒരു പീരീഡിലായിരിക്കുമല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ നമ്മളൊരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കുമല്ലോ. റൈറ്റ് ബിഫോർ സ്റ്റാർട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികൾ ഈ പറയുന്ന അവരുടെ ഫാൻറ്റസീസും ഡിസയേഴ്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ ഫ്രം ദി ഏർലി ഏജസ് ഇത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഈ പീരിയഡ്സിനെ പറ്റിയും അതിനെ എങ്ങനെ എംപ്രൈസ് ചെയ്യണം, അല്ലെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു ബേസിക് ആയിട്ടുള്ള അബൌട്ട് യുവർ ബോഡി ആൻഡ് ഓഫ് കോഴ്സ് ദ പ്രോസസ്, അതിനെ എങ്ങനെ എംപ്രൈസ് ചെയ്യണം. ഇങ്ങനത്തെ ചേഞ്ചസ് സബ്ജക്റ്റീവ് ആണ്. മെയിലിന് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല, അപ്പം നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പം 8th പഠിക്കുന്ന ഒരു കുട്ടീനോട് പറയുവാണെങ്കിൽ, ഒരു എസ്പെഷ്യലി ഒരു മെയിൽ കുട്ടീനോട് പറയുവാണെങ്കിൽ ആൾക്ക് ചിലപ്പം ഈ പറയുന്ന ഇതിന്റെ കണ്ടന്റിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജസ് ആയിരിക്കും കൂടുതൽ നോക്കുന്നത്. അവിടെയും ഈ പറയുന്ന ചേഞ്ചസ് വരാം. അപ്പം ആക്ച്വലി ആ ഒരു പീരീഡിലാണോ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, അത് കുറച്ചുകൂടെ മുമ്പേ തൊട്ടേ ഇതിന് ഒരു ട്രെയിനിങ് പോലെ ഇത് നോർമൽ ഇതൊരു വളരെ നോർമലൈസ് ചെയ്ത് ഫ്രം ദി ഏർലി ഏജസ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം. ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പുറത്ത് വന്ന അവിടെ മുതലാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. നമ്മളിപ്പോ ബോയ് അല്ലെങ്കിൽ ഗേളിന് എങ്ങനെയാ പറഞ്ഞ, കൊച്ചു പുറത്ത് വന്നു, വാട്ട് ഇസ് ഔട്ട് സൈഡ് നോക്കിട്ടല്ലേ പറയുന്നേ. അവിടെ ആ ഒരു ഭാഗത്തിന്റെ പേരെന്താ, അത് പറഞ്ഞു തുടങ്ങിയ പീനസ് അല്ലെങ്കിൽ വൾവ, അത് പറഞ്ഞങ്ങ് തുടങ്ങുക. എന്നിട്ട് വലുതാവുമ്പത്തിന് കുളിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ 1.5-2 വയസ്സിലെ എല്ലാവർക്കും നമ്മള് കണ്ണെവിടെയും മൂക്കെവിടെയും ഹലോ, നമ്മുടെ മറ്റേ നമ്മൾ ചെയ്തു വെച്ച വീഡിയോ കുട്ടി കണ്ടിട്ടില്ല, കുട്ടിയുടെ വീഡിയോ കാണാൻ പറഞ്ഞുവിടാം, മനസ്സിലായോ? We have done a very beautiful video on this topic. പോയി കാണണം, മനസ്സിലായോ? ഉറപ്പായിട്ടും. ഇപ്പൊ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന്റെ സജഷൻസ് വരത്തില്ലല്ലോ, അല്ലെങ്കിൽ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള സജഷൻസ് ആയിരിക്കുമല്ലോ വരുന്നത്. പക്ഷെ എന്നാലും വി റിയലി അപ്രീഷിയേറ്റ് യുവർ ക്യൂരിയോസിറ്റി, അല്ലെ? അത് ഒരു ഓപ്പൺ കോൺവെർസേഷൻ. നമ്മളിത് വളരെ റാൻഡം ആയിട്ട് തുടങ്ങിയ ഒരു കോൺവെർസേഷൻ. അപ്പൊ നമ്മൾ എന്നാ പറ്റി നമുക്കിത് ഷൂട്ട് ചെയ്താലോ ചോദിച്ചു. ഹി വാസ് റെഡി. അപ്പൊ കുട്ടി ആ സമയത്തല്ല, അതിന് മുൻപേ പറഞ്ഞു ബോഡിയെ കുറിച്ച്, ബോഡിയുടെ വളരുന്ന കാര്യങ്ങളെ കുറിച്ച്, എത്രത്തോളം ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു ഇത് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു വലിയ മലയാണ്. ഒറ്റയ്ക്ക് സുപ്രഭാതം ഉണ്ടാവുന്നതല്ല. പീരിയഡ്സ് എന്ന് പറയുന്നത് ലാസ്റ്റാ. അതിന് മുമ്പ് കുറെ ബോഡി പ്രിപ്പറേഷൻസ് ഉണ്ട്. കൺസെപ്റ്റ് ടു ബോയ്സ് ഇജക്ഷനും അല്ലെങ്കിൽ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന സാധനവും അവസാനം ആദ്യമില്ല. അപ്പൊ അതിന് മുമ്പ് കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം പറയണം. ഓക്കെ, ദെൻ എന്റെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് തീർന്നില്ലേ? ഇല്ല, ഇനിയാണ് മെയിൻ ആയിട്ടുള്ള വരുന്നത്. ഓക്കെ, പീരിയഡ്സ് ഈ പറയുന്ന പോലെ കുറച്ച് പ്രിപ്പറേഷനും അല്ലെങ്കിൽ ആ ടൈമിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരുന്നതാണ്. ഹൗ ക്യാൻ വൺ ബി മൈൻഡ്ഫുൾ അബൌട്ട് ഇറ്റ്? അല്ലെങ്കിൽ ഈ പറയുന്ന പീരിയഡ്സിനെ ജസ്റ്റ് മാനേജ് ചെയ്യാന്നല്ലാതെ ഇതിന്റെ ബെറ്റർ പാർട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നല്ല ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും, പക്ഷെ അത് സബ്ജക്റ്റീവ് ആയിരിക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നെ എന്റെ 4 ഫേസിനെ കുറിച്ചും ഈ 4 ഫേസിൽ ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നല്ല ധാരണ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ഓവുലേഷൻ ഉണ്ടാവുന്ന ഫേസിലേക്ക് എനിക്ക് മാറ്റി വെച്ചൂടെ? ഇല്ലേ? ഐ ആം ആൻ അത്ലറ്റ്, എനിക്ക് മാരത്തോൺ ഓടാനുണ്ട് അല്ലെങ്കിൽ ഹൈക്ക് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കും. ഞാനത് മെൻസ്ട്രേഷൻ വരുന്ന വീക്കിൽ ഫിക്സ് ചെയ്യാതെ അതിന് മുൻപത്തേക്ക് ഫിക്സ് ചെയ്താലോ? വീട്ടിൽ തന്നെ കുറെ കാര്യങ്ങള്, ഞാൻ അമ്മയാണ്, എനിക്ക് 2 മക്കളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വീട്ടിലെ അടുക്കി പെറുക്കൽ ജനറലി എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സാധനം. ഇത് ഞാൻ എന്തിനാ പീരിയഡ് വീക്കിലേക്ക് മാറ്റി വെക്കുന്നത്? ഐ കൻ പ്ലാൻ ഇറ്റ്. ഇല്ലേ? വലിയ ഇപ്പൊ ജീൻസ് അങ്ങനെയുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ, അലക്കാനുള്ള കാര്യങ്ങൾ, പുറത്ത് കല്ലിലിട്ട് അലക്കുന്ന ആൾക്കാരെ ആലോചിച്ചൊക്കെ. ഇത് നമ്മുടെ ഈ ലൂട്ടിയൽ ഫേസിൽ അല്ലെങ്കിൽ മെൻസ്ട്രേഷന്റെ സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ട് ആലോചിച്ചേ. ഇതിനൊക്കെ മുമ്പ് ചെയ്തൂടെ? ആ ഒരു ഋതം ഉണ്ടല്ലോ, പീരിയഡ്സിനൊരു ഋതമുണ്ട്. ആ ബോഡീസ് ഇൻ എ കോമ്പസ് എന്ന് പറയുന്ന പോലെ അത് നമ്മൾ ശരിക്കും ഗൈഡ് ചെയ്യും. അപ്പൊ ആ ഋതം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, പക്ഷെ എപ്പോഴും എല്ലാം ഒന്നും ഇത് പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് കുറച്ച് എമ്പത്തറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. ചില ദിവസം എനിക്കിപ്പോ എന്റെ കൊച്ചിന് പനിയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ്, അപ്പൊ എനിക്ക് എന്റെ ലൂട്ടിയൽ ഫേസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്തും എനിക്ക് എന്താ ഇത്ര എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് അവയർനെസ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്നോട് കുറച്ചും കൂടെ എന്നെ പുഷ് ചെയ്യുന്നത് എനിക്ക് കുറയ്ക്കാൻ പറ്റും.
അതാണ് ആക്ച്വലി ചെയ്യാൻ പറ്റുക. എനിക്ക് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മേ ബി ഇപ്പൊ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഞാൻ ചിലപ്പോൾ എന്റെ ഓവുലേഷൻ ഫേസ് അല്ലെങ്കിൽ ആ ഒരു ഫോളിക്കുലർ ഫേസിലേക്ക് ഞാൻ മാറ്റി വെക്കും. ആ സമയത്ത് ചെയ്യാമെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്യും എന്നോട് തന്നെ. ബിക്കോസ് എനിക്കറിയാം എന്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം ആ സമയത്താണ് വരാന്നുള്ളത്. അപ്പൊ അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, നമുക്ക് വർക്ക്ഔട്ട്സ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഫോളിക്കുലർ ഫേസിലോ ഓവുലേഷൻ ഫേസിലോ ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് പോക്കാൻ പറഞ്ഞാൽ വി ആർ റെഡി. അപ്പൊ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് പോലുള്ള വർക്ക്ഔട്ട്സ് ഒക്കെ നമുക്ക് ആ സമയത്ത് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ ഒരു മെനിസ്ട്രേറ്റിംഗ് പീരീഡിൽ നമുക്ക് അതൊന്നും പറ്റില്ല. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം, ബോഡി സ്ട്രെച്ച് ചെയ്യാം, ബ്രീത്ത് ചെയ്യാം. ഇതും പറയുന്നത് എല്ലാവർക്കും എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന പോലെയല്ലേ ഈ പറയുന്ന ഫേസിന് മുമ്പേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. എൻറ്റയർലി ഇതിനെ കുറിച്ചിട്ടുള്ള ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മള് വീട്ടിൽ വന്ന് കയറുമ്പോ ചില ദിവസങ്ങൾ തോന്നിട്ടില്ലേ അമ്മയ്ക്ക് എന്തിനാ ഇത്ര ദേഷ്യം? അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ എന്റെ അമ്മയ്ക്ക് വല്ല പീരിയഡ്സ് ആണെങ്കിലോ എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാലോ? ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഇല്ലാത്തത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നോർമൽ എന്നല്ല ഞാൻ പറയുന്നത്, വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ഈ പറയുന്ന കുട്ടീന്റെ കാര്യം പറയുന്നത്, ചിലപ്പം അച്ഛൻ ഈ രാവിലെ പറയും അമ്മ ഇന്ന് ടെറർ മോഡിലാന്ന് പറയും. കുട്ടീനെ അതാണ് ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചത്. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ പറയുന്ന അമ്മ ടെറർ മോഡിലാന്ന് പറയുന്നത് കുട്ടിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ഹോസ്റ്റലിൽ നിന്ന് പോയി വരുന്ന ഒരു വ്യക്തി, ഹോസ്റ്റലിൽ നിന്നിട്ട് വീട്ടിൽ വരുന്ന ഒരു വ്യക്തി, സപ്പോസ് അമ്മയുടെ ടെറർ മോഡാന്ന് വിചാരിക്കുക. ഹോസ്റ്റലിൽ ഒരു ടെറിഫൈങ് ആയിട്ടുള്ള ഒരു, ചിലപ്പോൾ നല്ല ഹോസ്റ്റൽസ് ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കോളേജിൽ നിന്ന് ഒരു ഹോംലി ഫീലിന് വേണ്ടി വീട്ടിൽ വരുമ്പോഴൊക്കെ അമ്മയായിട്ട് അടിയാണ്, അല്ലെ അച്ഛനും അമ്മയും തമ്മിൽ അടിയാണ്, അല്ലെ അമ്മയായിട്ട് അടിയാന്ന് വിചാരിക്കാം. പല കാരണങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ജസ്റ്റ് ഇതിന് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ. പക്ഷെ ഈ കുട്ടിക്ക് ഇത് പ്രോപ്പറായിട്ട് അറിയത്തില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വീട് എന്നുള്ളതിൽ കുറച്ച് നെഗറ്റീവ് എനർജി അല്ലെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് കയറി വരുമല്ലേ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇത് നമ്മള് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളെന്ന് പറയുമ്പോൾ അമ്മയെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ആളെ തന്നെ കണ്ടിന്യൂസ്ലി കാണുന്നില്ല. അപ്പൊ അവർക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്നും അറിയില്ല. ഇതിപ്പം പീരിയഡ്സ് പോകുന്ന പോലെയല്ല, മെനോപോസ് ഒക്കെ ആവുമ്പോഴത്തേനും ഒരുപാട് ഫിസിക്കൽ ഡാമേജസ് നമുക്ക് വന്നോണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്കത് എല്ലാവർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് അക്സെപ്റ്റ് എന്താ എനിക്ക് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും, ചിലപ്പോൾ ഓൾ ഓഫ് എ സഡൻ ബ്ലീഡിങ് ഇല്ലണ്ടാവും, ഭയങ്കര ചൂടെടുക്കുന്ന പോലത്തെ കുറെ ഫീലിങ്സ് ഉണ്ടാവുക. അതൊക്കെ സബ്ജക്റ്റീവ് ആണ് ഓരോരുത്തർ. ഇതൊന്നും മനസ്സിലാവാത്ത ഒരാള് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ വന്ന ഒരു കാര്യം ഞാൻ ഇത്ര നേരം അടുക്കി വെച്ചിട്ടൊക്കെ നിങ്ങൾ വലിച്ചു വാരി ഇടുമ്പോ അവർക്ക് ജനറലി വളരെ നാച്ചുറലായിട്ട് വരുന്ന സാധനം ദേഷ്യം, അരിശം. പക്ഷെ അതിന് ഈ ഒരു ഫേസ് ഉണ്ടും കൂടി നിങ്ങൾക്ക് അഡൽട്ട് ചിൽഡ്രനെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഐ വുഡ് സേ അഡൽട്ട് ചിൽഡ്രന് പാരന്റ്സിനെ മദേഴ്സിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഇല്ലേ? 59 ഇയേഴ്സിലുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ഇൻസൈറ്റിനേക്കാൾ അമ്മ നമുക്കൊന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു നോക്കിയാലോ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ആ സമയത്ത് ഒരു നിങ്ങൾ അങ്ങനെ എന്നെ രോഗിയൊക്കെ നോക്കണ്ട, എനിക്കൊക്കെ കയ്യിൽ പോകണ്ട, എനിക്ക് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം കമ്പാഷനേറ്റ് ആയിട്ട് ആ ഒരു ഫേസിൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റും. ബിക്കോസ് പെരിമെനോപോസ്, മെനോപോസ് ഒക്കെ ഈക്വലി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഫേസസ് ആണ് മോസ്റ്റ് ഓഫ് ദ സ്ത്രീകൾക്കും. അപ്പൊ കാരണം എനിക്കിപ്പോ ഒരു പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ യൂട്രസിനകത്ത് ഗ്രോത്ത്സ് ഒക്കെ ഉണ്ടായ സമയത്ത്, അപ്പൊ അന്നെന്നൊക്കെ പറഞ്ഞാൽ തുണിയൊക്കെ ഉപയോഗിക്കുന്ന സമയമാണ്. ഇത് വാഷ് ചെയ്തിടുന്നത് ആരും കാണാതെ ഒളിപ്പിച്ചിട്ടൊക്കെ ഇടാം. അപ്പൊ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് പുറകില്ലോ കളിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു അഗ്ലി സ്മെൽ ഇങ്ങനെ വല്ലാതെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അമ്മടുത്ത് പറഞ്ഞു, അമ്മ എന്താ അങ്ങനെ ഒരു, അമ്മ പറഞ്ഞു അവിടെ വേറെ ഒന്നുമില്ലല്ലോ, എന്റെ ക്ലോത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അത് വാഷ് ചെയ്തിട്ടുള്ള ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ അലേർട്ടായി പോയി നോക്കിയപ്പോഴാണ് അമ്മയ്ക്ക് യൂട്രസിൽ ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാണ്. അപ്പൊ അമ്മ ഇപ്പോഴും പറയും, എന്റെ മക്കളെ നിങ്ങൾ അന്നോട് പറഞ്ഞത് കൊണ്ടാണ്, അമ്മയ്ക്ക് ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണെന്ന് അമ്മ ഒട്ടും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞങ്ങളത് പറഞ്ഞപ്പോ അമ്മ ആണോ, കാരണം ജനറലി ഹെൽത്ത് പ്രൊഫഷണൽ അല്ലേ, അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് പീരിയഡ്സ് എന്നുള്ളത്. ചിലർക്ക് ഭയങ്കര നല്ല പെയിൻഫുൾ ആയിരിക്കും, ചിലർക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ പോകാറുണ്ട്. അപ്പം ഏത് പോയിന്റിലാണ് ഇത് നോർമലി പോകേണ്ടതിനേക്കാൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് പോകുന്നത് എങ്ങനെ? അത് സാധാരണ നമ്മൾ പീരിയഡ്സിനകത്ത് ഇതുപോലെ മൂഡ് സ്വിങ്സ് ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണെങ്കിലും ബിഹേവിയേഴ്സ് ആണെങ്കിലും ഒക്കെ മാറിക്കൊണ്ടിരിക്കും, ഇറ്റ്സ് നോർമൽ. പക്ഷേ ജനറലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months അല്ലെങ്കിൽ 6 months കലണ്ടറിൽ പോയിട്ട് അത് മാർക്ക് ചെയ്യാൻ പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 ഫേസ് ഉള്ളതുപോലെ എല്ലാ ദിവസവും നമുക്ക്
ഇപ്പൊ ഇന്ന് എന്റെ ഫീലിംഗ് എന്താ എന്നുള്ളത് എനിക്ക് ജസ്റ്റ് ഇപ്പൊ സാഡ് അല്ലെങ്കിൽ ഹാപ്പി whatever ഒരു കുഞ്ഞു വേർഡായിട്ട് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്റെ ലൂട്ടിയൽ ഫേസിൽ ഞാൻ ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് 3 months കണ്ടിന്യൂസ്ലി ഞാൻ ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഒരു 6 months വരെ നോക്കാം. അപ്പൊ കഴിഞ്ഞ 6 months ആയിട്ട് എന്റെ എല്ലാ അതായത് മെൻസ്ട്രേഷൻ ഫേസിൽ ഞാൻ ഇങ്ങനെയാണ്, ലൂട്ടിയലിൽ ഞാൻ ഇങ്ങനെയാണ്, ഓവുലേഷനിൽ ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി കഴിയുമ്പോൾ ഇതിന്റെ ഒരു വേരിയേഷൻ, അതായത് സന്തോഷമായിക്കോട്ടെ ഇറിറ്റേഷൻ ആയിക്കോട്ടെ, അതിനൊരു സ്കെയിൽ ഉണ്ടാവും. ഓക്കെ മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതെനിക്ക് ഇങ്ങനെയാണെന്ന്, അതാണ് മൈൻഡ്ഫുൾനെസ്. ഒരു 3 മാസം ചെയ്യുമ്പോ മനസ്സിലാകും, ഓക്കെ ഞാൻ ഈ ഫേസിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. പക്ഷെ ഈ മൈൻഡ്ഫുൾനെസ് ഉണ്ടായിട്ടും എനിക്കെന്താ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ? അതായത് എനിക്ക് ഞാൻ മെൻസ്ട്രേഷൻ പക്ഷെ എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്നിട്ട് എനിക്ക് ദേഷ്യത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എല്ലായിടത്തും പോയി ബഹളം ഉണ്ടാക്കാണ്. അപ്പൊ ഐ നീഡ് ഹെൽപ്പ്. അത് PMS ആയിരിക്കില്ല, PME ആവാനും അവിടെയാണ് നമുക്ക് ഹെൽപ്പ് വേണ്ടത്. ഇതിപ്പം താങ്കളെ പോലെ ചിന്തിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ഗുഡ് ബി ഈസി. അതെ, നമുക്കിങ്ങനെ വിചാരിക്കാമല്ലോ, നമ്മുടെ ഡേ ടു ഡേയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡേ ടു ഡേ കൂടെ നാവിഗേറ്റ് ചെയ്ത് പോകും. പക്ഷെ അത് നമുക്ക് തീരെ പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്, നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. കണ്ടിന്യൂസ്ലി മൂഡ് ഇങ്ങനെ സ്വാപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും ചെയ്യാൻ മൂടില്ല. എപ്പോ നോക്കിയാലും മൂടില്ല. അങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാൻ മൂടില്ല എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര സാഡ് ആയില്ലേ, പ്രൊമിനന്റ് ഫേസ് ആയില്ലേ, അതും ചെക്ക് ചെയ്യാലോ. അങ്ങനെ ഒരാളല്ലല്ലോ നമ്മൾ ആ ടൈമിന് എൻറ്റയർലി അവെയർ ആയിട്ടിരിക്കണം അല്ലേ? എപ്പോഴും നമ്മൾ ഈ ടൈമിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് അങ്ങനെ മാത്രം ഇരിക്കും, ഇത് അങ്ങനെയാണ്. സ്ത്രീകളാണെങ്കിലും ഇടയ്ക്ക് ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നത്, ഈസ് ഇറ്റ് നോർമൽ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇത് എവിടെയാണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് റെഗുലർ ചെക്കപ്പ്. മാരീഡ് ആണ് കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ അവര് തന്നെ പറഞ്ഞുതരും. കുട്ടികൾ തന്നെ പറഞ്ഞുതരും, കുട്ടികളും ഹസ്ബൻഡും പറഞ്ഞുതരും. കുറച്ച് ഓവറാണ്. അതിന്റെ ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പൊ ശരിക്കും ഇതുവരെ അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലെ, ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ ചോദിക്കാത്തോ വായിക്കാത്തോ പഠിക്കാത്തോ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതുവരെ അറിയത്തില്ല എന്ന് പറഞ്ഞത് നമുക്കൊരു തെറ്റായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലെങ്കിലും ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതൊരു തെറ്റാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ? തെറ്റാണെന്നല്ല, ഇപ്പോഴെങ്കിലും ഒന്ന് പെൺകുട്ടികളുടെ കാര്യമല്ല, ഞാൻ എന്റെ മെയിൽ ഓഡിയൻസിനോടാണ് പറയുന്നത്. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെയോ ലവറിനെയോ ഫ്രണ്ടിനെയോ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഓക്കെ ദാറ്റ്സ് ഫൈൻ, യു നെവർ ഹാഡ് ദ റിസോഴ്സസ്. ഇത് കേട്ടിട്ട് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് റോങ്. Girls, here is a green flag. Single interest. ആമസോൺ ഫോറസ്റ്റ് കണ്ടുപിടിക്കുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് ഹി ഈസ് എ സൈക്കോളജിസ്റ്റ്. വേണോ? നടന്നില്ലേ? ആ ശരി, എന്ന് വിട്ടോ. വേണമെങ്കിൽ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ ഗ്രീൻ ഫ്ലാഗ് എന്ന്. അപ്പൊ താങ്ക് യു സോ മച്ച് ആക്ച്വലി ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ, ഒരു സ്പേസ് ഉണ്ടാക്കി തന്നതിന് നന്ദി. വി ഹാവ് ടു താങ്ക്. It was really insightful for me. Thank you. Thank you.